നമസ്കാരം. ടാറ്റയുടെ എൻട്രി ലെവൽ കാറുകളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ടിയാഗോ എന്ന് പറയുന്ന വാഹനത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. കാരണം ഈ ഒരു വാഹനം X1 പ്ലാറ്റ്ഫോമിലാണ് നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ എന്തിനാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ വീഡിയോയുടെ ബാക്കി ഭാഗത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനൊരു ഉത്തരം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ X1 പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇൻഡിക്ക, അങ്ങനെ ബോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ പഴയ മോഡലുകളുണ്ടല്ലോ, അതിനകത്ത് വന്നിരുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ടാറ്റ ടിയാഗോയിലുള്ള X1 പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്ട്രക്ചറൽ ഫ്രെയിം വർക്കൊക്കെ നടത്തിയതിന് ശേഷം കുറച്ചും കൂടെ സ്ട്രക്ചറൽ റിജിഡിറ്റിയൊക്കെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ടാറ്റ ടിയാഗോയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യമെന്ന് പറയുന്നത് 2026 മെയ് 28 ടാറ്റ ടിയാഗോയുടെ നെക്സ്റ്റ് ജനറേഷൻ വരാൻ പോകുന്നു എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കംപ്ലീറ്റ് ആയിട്ട് എൻജിനിൽ ചേഞ്ച് വേണം, അല്ലെങ്കിൽ ഗിയർ ബോക്സിലൊരു ചേഞ്ച് വേണം, അല്ലെങ്കിൽ പുതിയൊരു എൻജിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതല്ലെന്നുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോമിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരുത്തണം, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം തന്നെ മൊത്തത്തിൽ മാറ്റണം. ഇത് അങ്ങനെയൊന്നും എനിക്ക് കണ്ടിട്ട് തോന്നിയില്ല. കാരണം നിലവിലുള്ള വാഹനത്തിൻ്റെ ഒരു മൈനർ ഫേസ് ലിഫ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. 2022-23 കാലഘട്ടങ്ങളിലാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ വാഹനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ, ഒരു ഫ്രണ്ട് ഫേഷ്യ അല്ലെങ്കിൽ ഒരു ഡിസൈൻ ലാംഗ്വേജ് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് 2023 കാലഘട്ടത്തിൽ വന്ന ടാറ്റ മോട്ടോഴ്സിൻ്റെ നെക്സോൺ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് ഫേഷ്യയൊക്കെ മാറിയിട്ടൊരു ന്യൂ ജനറേഷൻ എന്നുള്ള രീതിക്ക് ആ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു. പിന്നീട് ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് പിന്നെ അങ്ങോട്ട് വരുന്ന ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 മെയ് 28 ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്ന ടിയാഗോയെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. കാരണം എൻട്രി ലെവൽ കാറുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ടാറ്റ ടിയാഗോ എപ്പോഴും ഒരു നല്ല ചോയ്സ് തന്നെയാണ്. അതിനകത്തിരിക്കുന്ന എൻജിൻ 3 സിലിണ്ടർ റവർട്രോൺ എൻജിനാണ്. ആ ഒരു എൻജിനെക്കുറിച്ച് മാത്രമാണ് ചെറിയൊരു ക്വസ്റ്റ്യൻ മാർക്കുള്ളത്. വലിയ കാര്യമായിട്ടുള്ള ഒരു ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ 3 സിലിണ്ടർ എൻജിനുകൾ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, അങ്ങനെ പറയുമ്പോഴത്തേക്കും 3 സിലിണ്ടർ എൻജിനുകളെ എന്ന് പറയുമ്പോൾ മാരുതി സുസുക്കിയുടെ സെറ്റൽ എന്ന് പറയുന്ന 3 സിലിണ്ടർ എൻജിനും ടാറ്റ മോട്ടോഴ്സിൻ്റെ റവർട്രോൺ എന്ന് പറയുന്ന ഈ 3 സിലിണ്ടർ എൻജിനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു പിടി മുകളിൽ നിൽക്കുന്നത് മാരുതി സുസുക്കിയുടെ സെറ്റൽ എന്ന് പറയുന്ന 3 സിലിണ്ടർ എൻജിൻ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് കണ്ട് വിലയിരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻജിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഇവർക്കും ഹാർദമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ടീസർ വെളിയിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്റ്റീരിയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിഫ്രഷ്ഡ് ലുക്ക് ഈ ഒരു വാഹനത്തിന് തീർച്ചയായിട്ടും ഉണ്ട്. അതിനി അങ്ങോട്ട് വരുന്ന ടാറ്റ മോട്ടോഴ്സിൻ്റെ വാഹനങ്ങൾക്കൊക്കെ നമ്മൾ റോഡിലൂടെ ഓടിപ്പോകുമ്പോഴത്തേക്കും അതൊരു ചെറിയ വാഹനമാണെങ്കിൽ പോലും, ഒരു വലിയ വാഹനമാണെങ്കിൽ പോലും നമുക്കറിയാം ഇത് ഫ്രണ്ടിൽ നിന്ന് ഓടി വരുമ്പോഴത്തേക്കും ഇത് ടാറ്റ മോട്ടോഴ്സിൻ്റെ വാഹനമാണ്. ഇത്തരത്തിൽ ഡിസൈൻ്റെ ഒരു അംശം അവിടെ ഇവിടെയൊക്കെ അവരുടെ എല്ലാ വാഹനങ്ങളിലും ഒരുപോലെ നമുക്ക് തോന്നും, അത് തീർച്ചയാണ്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡിസൈൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്ലീക്കാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ആ ഒരു എയർ ഡാമൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസൈൻ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റം വരുത്തി കുറച്ച് ആകൃഷ്ടനാകത്തക്ക രീതിയിൽ ചെറിയ ചേഞ്ചുകളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് LED പ്രൊജക്ടർ ഹെഡ് ലാമ്പുകൾ വന്നു എന്നുള്ളതാണ്. LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ് എന്ന് പറയുമ്പോഴത്തേക്കും LED ഹെഡ് ലാമ്പുകൾ ലാസ്റ്റ് അപ്ഡേറ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ ഫോഗ് ലാമ്പിൻ്റെ പ്ലേസ്മെൻറ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഒത്തിരി താഴ്ത്തിയാണ് അത് വെച്ചിട്ടുള്ളത്. വളരെ അതിനൊരു സൈസ് എനിക്കൊരു ഐസ് ക്യൂബ് കൈൻഡ് ഓഫ് ഫോഗ് ലാമ്പിനെ പോലെ എനിക്ക് തോന്നി. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ എയർ ഡാമിൻ്റെ ഡിസൈൻ, ഇതെന്ത് സ്റ്റൈൽ ഡിസൈൻ ആണെന്നുള്ളതാണ്. കാരണം മൊത്തത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ഡിസൈൻ ലാംഗ്വേജിൻ്റെ ഭംഗി ഈ ഒരു എയർ ഡാമിൻ്റെ ഡിസൈൻ കൊണ്ട് ചെറിയ പാളിപ്പോയോ എന്ന് തോന്നുന്നുണ്ട്. DRLസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കണക്റ്റഡ് LED DRLs ഒന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ അങ്ങനെ വരാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ നമുക്കിവിടെ DRLs അവൈലബിൾ ആണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ തീർച്ചയായിട്ടും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ 360 ഡിഗ്രി ക്യാമറ ഇനി അങ്ങോട്ട് എല്ലാ വാഹനങ്ങളിലും ഉണ്ടാകും. അതൊരു നല്ല ഫീച്ചറാണ്. എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എയറോഡൈനാമിക് പ്രൊപ്പോർഷൻ വളരെയധികം ഈ ഒരു വാഹനം കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഈ കട്ട്സ് ക്രീസൊക്കെ വളരെ കുറവാണ്. കാരണം ഒരു എയർ വന്ന് കയറി ഇറങ്ങി പോകാൻ തക്ക രീതിയിലുള്ള ഒരു ചെരിഞ്ഞിറങ്ങുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. അതാണ് എടുത്തു പറഞ്ഞൊരു കാര്യം. പിന്നെ വളരെ ഷാർപ്പായിട്ടുള്ള വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളൊരു കാര്യത്തിൽ
100% ഉറപ്പാണ്. ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഒന്നുമില്ല. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ചെറിയ ഒരു അപ്ഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സൈഡിലൊന്നും കാര്യമായിട്ട് വ്യത്യാസം വരാറില്ല. അലോയ് വീൽസിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. 15 ഇഞ്ച് തന്നെയാണ് ഇപ്പോഴും കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മൊത്തത്തിലൊരു ബ്ലാക്ക് ഇൻസേർട്ട് ഈ ഒരു വാഹനത്തിൽ ബോഡി കളർ അല്ലാത്ത ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. സിൽവറോ അതല്ലെന്നുണ്ടെങ്കിൽ ഗ്രേ ഫിനിഷോ ഒന്നും അധികം കൊടുത്തിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ടിയാഗോയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാക്കിലെ ഡിസൈനിൽ കാര്യമായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. ടിയാഗോ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഒരു 2015-16 കാലഘട്ടത്തിൽ വന്ന ആ ഒരു ഡിസൈൻ ലാംഗ്വേജിൽ നിന്നും ഇപ്പോഴും വന്ന അല്ലെങ്കിൽ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ടീസറിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് ഡിസൈൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. പക്ഷേ കണക്റ്റഡ് LED ടെയിൽ ലൈറ്റുകളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ആ ബാക്കിലെ സിൽവർ എലമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ കണ്ട് ബ്ലാക്ക് കൊടുത്തത് കൊണ്ട് തന്നെ ആ ബമ്പറിൻ്റെ താഴെ ബ്ലാക്ക് കൊടുത്തുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് ഈ ഒരു വാഹനത്തെ അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് റിഫ്ലക്ടറിൻ്റെ പ്ലേസ്മെൻറ്റും വളരെ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലി ഇത്തരം പ്ലേസ്മെൻറ്റ് വാഹനങ്ങൾ ഓടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിൽ വരുന്ന വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും ഈ ഒരു വാഹനം സ്പീഡിൽ പോകുന്ന വാഹനം ബ്രേക്ക് ചെയ്യുന്നുണ്ടോ. അതുമാത്രമല്ല റിഫ്ലക്ടറിൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരം കാര്യങ്ങളിൽ. ഇനിയിപ്പം എൻ്റെ ഒരു ഇലക്ട്രിക്കിൻ്റെ ഡിസൈനും കൂടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ഈ ICE വേർഷനും ഇലക്ട്രിക്കും തമ്മിൽ രണ്ട് രീതിക്ക് എടുത്ത് കാണാം. അതിലാണ് പുതിയ ഇലക്ട്രിക് ടിയാഗോയുടെ ഡിസൈൻ വന്നിട്ടുള്ളത്. മൊത്തമായിട്ട് ആ കവർ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഇതിപ്പോൾ നോക്കുമ്പോഴത്തേക്കും പഞ്ച് EVയുമായിട്ട് സാദൃശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പഞ്ച് EVയും അതിൻ്റെ ICE വേർഷനും എങ്ങനെയാണോ എന്താ പറയുക ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ടിയാഗോയുടെ ICE വേർഷനും ടിയാഗോയുടെ ഇലക്ട്രിക് വേർഷനും തമ്മിൽ കൃത്യമായിട്ട് അവർ ഡിഫറൻഷ്യേറ്റ് ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ എത്രത്തോളം കോസ്റ്റ് കട്ടിങ് ഇവിടെ വന്നിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അതല്ല മറ്റ് പല കോമ്പണൻസിൻ്റെ കാര്യങ്ങളിലാണെങ്കിൽ പോലും അത് വാഹനം ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പം പഞ്ചിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 4 വീലിലും ഡിസ്ക് ബ്രേക്ക് ഉണ്ടായിരുന്നതൊക്കെ ഇപ്പോൾ ഇലക്ട്രിക് പഞ്ചിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ പഞ്ചിൻ്റെ ഫേസ് ഷിഫ്റ്റിൽ 2 വീലിൽ മാത്രമാണ് ഡിസ്ക് ബ്രേക്ക് ഉള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ഒരു വാഹനം ഓടിച്ച സമയത്തൊക്കെ ആ 4 വീലിലും ഡിസ്ക് ബ്രേക്ക് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് മുമ്പത്തെ വേരിയൻറ്റ് അതായത് ഇപ്പോഴുള്ള ഫേസ് ലിഫ്റ്റ് വാഹനത്തിന് മുമ്പുണ്ടായിരുന്ന പഞ്ച് EV ഓടിച്ച സമയത്തൊക്കെ ആ 4 വീലിലും ഡിസ്ക് ബ്രേക്ക് ഉള്ളതിൻ്റെ ഗുണം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ എത്രത്തോളം ഒരു ചേഞ്ച് അല്ലെങ്കിൽ കോസ്റ്റ് കട്ടിങ് കൊണ്ടുവന്നു എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം തീർച്ചയായിട്ടും പ്രൈസ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കും. കാരണം എൻട്രി ലെവൽ പ്രൈസ് താഴ്ത്തി വെച്ചിട്ട് നല്ല രീതിക്ക് ആ ഒരു പ്രൈസ് വെച്ച് മാർക്കറ്റ് ചെയ്യാനായിട്ട് കമ്പനി ശ്രമിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. X1 പ്ലാറ്റ്ഫോമാണ്. അത് ICE വേർഷൻ്റെ കാര്യമാണ് പറയുന്നത്. യാതൊരു ചേഞ്ചും ഇല്ല, സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ്. അത് മാത്രമല്ല നമ്മൾ ഈ പറയുന്ന റവട്രോൺ എൻജിൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ജനറേഷൻ 1 പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വരുന്നത്. അതായത് ICE വേർഷൻ അതിലെ പ്ലാറ്റ്ഫോമിൽ ചെറിയ മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് അവിടെ ബാറ്ററി പാക്ക് അറേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു വാഹനം നിലവിൽ ഇപ്പോഴും വരാൻ പോകുന്നത്. ഇന്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു റിഫ്രഷ്മെൻറ്റ് ഇന്റീരിയറിൽ കൊണ്ടുവരാനായിട്ട് കമ്പനി ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഇവിടെ സ്റ്റിയറിംഗ് ഉണ്ടല്ലോ ആ സെയിം സംഭവം തന്നെ കുറച്ചും കൂടെ ഒരു എസ്തെറ്റിക് സെൻസൊക്കെ മാറ്റിയിട്ട് ഇറക്കി എന്നുള്ളതേ ഉള്ളൂ. ഫിസിക്കൽ ബട്ടൺ തന്നെയാണ്, ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള ബട്ടൺ കാര്യങ്ങളൊക്കെ തന്നെയാണ്. 10.25 ഇഞ്ചിൻ്റെ സ്റ്റാൻഡിങ് അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് ആയിട്ടുള്ള ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് നിലവിലുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ്. പക്ഷേ അത് കുറച്ചും കൂടെ നമുക്ക് കാണുമ്പോൾ ഒരു പുതുമ തോന്നുന്നുണ്ട്. കാരണം അതിനൊരു സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് മാറ്റി നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് AC ബട്ടണൊക്കെയാണ്. അത് വളരെ വളരെ പുതുമ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ വന്നിട്ടുള്ളത്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർ പ്ലേ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അത് അതിൻ്റെ UA ഒന്നും വലിയ വ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പ്രഥമ ദൃഷ്ടിയെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഡാഷ്ബോർഡിൻ്റെ ലേ ഔട്ട് കാര്യമായിട്ട് മാറി എന്നുള്ളതാണ്. അത് ചെറിയ മാറ്റങ്ങൾ കൊണ്ട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ള ഒരു പ്രതീതി കസ്റ്റമേഴ്സിന് ഉണ്ടാക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം 2026 മെയ് 28 ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എത്രയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്നുള്ളതാണ് നമുക്കറിയാൻ തീർച്ചയായിട്ടും ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നത്. കാരണം ടാറ്റ മോട്ടോഴ്സിൻ്റെ പഞ്ച് ലോഞ്ച് ചെയ്ത സമയത്ത് ബാറ്ററി പാക്ക് എൻഹാൻസ് ചെയ്യുകയും ചെയ്ത് അത് മാത്രമല്ല വാഹനത്തിൻ്റെ വില കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും സാധാരണക്കാരായ ആളുകൾക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്നുള്ള രീതിക്ക് നമ്മൾ ഈ ഒരു വാഹനത്തെ കാണുമ്പോൾ ഇതിൻ്റെ ICE വേർഷൻ ആയിക്കോട്ടെ ഇതിൻ്റെ ഇലക്ട്രിക് വേർഷൻ ആയിക്കോട്ടെ രണ്ടിലും കാര്യമായിട്ടുള്ള ഒരു
അഫോർഡബിൾ റേറ്റിലേക്ക് വാഹനത്തെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിൽ ടാറ്റ മോട്ടോഴ്സ് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അത്തരത്തിൽ നല്ലൊരു വാഹനമാകട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.